ഹലോ. അപ്പൊ ഇന്ന് നമ്മളെ നാലമ്പല യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ 2 വണ്ടിയായിട്ട് ഇന്ന് നാലമ്പല യാത്രക്ക് പോകുന്ന. അപ്പോൾ ഒരു വണ്ടിയിൽ ഇതൊരു വണ്ടി, ഒരു വണ്ടി നമ്മള് കൂത്തുപറമ്പെന്ന് അങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇന്ന് മുതൽ നാലമ്പല യാത്ര സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മള് കാടാമ്പുഴയിലേക്ക് പോവാം. അപ്പോൾ നാലമ്പല യാത്രക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. എല്ലാ ആഴ്ചയും നമ്മളെ ബസ് പോകുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ദർശനം തിരക്കൊന്നുമില്ല. കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ ഇത് നമ്മളെ പിക്കപ്പ്, നമ്മളെ എല്ലാ യാത്രകളും നമ്മളെ കിച്ചൺ സാധനങ്ങൾ ഈ പിക്കപ്പിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ബസ്സിൻ്റെ അടുത്ത് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളെല്ലാം നമ്മൾ ബസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ BS6 വണ്ടി ആയതുകൊണ്ട് നമ്മളെ കിച്ചണിൻ്റെ അങ്ങോട്ടേക്ക് ഈ ബസ് പോവുക. അതുകൊണ്ട് പിക്കപ്പിലെടുത്തിട്ട് ബസ്സിലേക്ക് മാറ്റുന്നു. നാലമ്പല യാത്ര തുടങ്ങി. അങ്ങനെ എല്ലാ ബസ്സും പോകുന്നുണ്ട്. നമ്മളിപ്പോ നൈന ചക്കരക്കല്ല് നൈന ബസ് ഉണ്ട്. അപ്പൊ ബാക്കി എല്ലാ ബസ്സിനും നമുക്ക് ആടുന്ന് കാണാം. കാണാൻ പോയാന്ന് ഗുരുവായൂരുന്നത് എത്രയുണ്ടോ? ഓക്കെ, അപ്പൊ ആടുന്ന് കാണാം. കുറിച്ച് പറയുന്നു. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ചരിത്രവും ഒക്കെ നമുക്ക് അറിയുവാനും പറയുവാനുമാകും. ഏതായാലും ഇത്രയും പടവുകൾ വരുന്ന താഴേക്ക് എത്തുമ്പോൾ നമ്മൾ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയാണ്. ക്ഷേത്രഭൂമി ഒരു പുതിയ മാതൃക. നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കാടാമ്പുഴയിലേക്ക് പോകാം. നമ്മൾ നാളെ മാമ രാജസാട്ടെ രാജീവട്ടെ ഹൈവേ എല്ലാം ശരിയായിട്ട് നോക്കാം. തൊഴിലാളി കഴിഞ്ഞാല് പെട്ടെന്ന് കാടാമ്പുഴെത്തും. കഴിഞ്ഞ വർഷത്തെ പോലെ ലേറ്റ് ആവുന്ന ഇഷ്യൂ ഇല്ല. ഏകദേശം എത്ര സമയവും എത്താന്? ഏകദേശം ഒരു 11:30 ആകുമ്പോഴത്തേക്ക് കാടാമ്പുഴെത്തും. ദർശനം കിട്ടും, അവിടുത്തെ ഭക്ഷണം കിട്ടും. നാട്ടിലെത്തി നല്ല ഭാഗ്യമുണ്ട്. നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ ബസ്സിലേക്ക് പോകാൻ കഴിയും. നാലമ്പലം തുടങ്ങി. ഒന്നും പ്ലാൻ ചെയ്തതല്ല, എല്ലാം അങ്ങനെ സംഭവിച്ചു. നമ്മളിപ്പോ കാടാമ്പുഴ അമ്പലം കഴിഞ്ഞ് നേരെ ഗുരുവായൂരേക്ക് പോകാം. അപ്പൊ വൈകുന്നേരം എല്ലാം ഗുരുവായൂർ എത്തിയെങ്കിൽ നല്ലൊരു ഫീലാണ്. അതിലെ ചുറ്റും നടക്കാനല്ലോ തിരക്കായിരിക്കും. നമ്മള് ബാക്കി ഏത് അമ്പലത്തിൽ പോയാലും ഗുരുവായൂർ പോകുന്നൊരു ഫീല് കിട്ടൂല. സൗത്ത് ഇന്ത്യയിലെ തന്നെ ആയാലും ഒരുപാട് അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ആ ഗുരുവായൂർ നമ്മള് വൈകുന്നേരം എത്തി അടുത്ത കാഴ്ചകളെല്ലാം കാണുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ നേരെ ഗുരുവായൂരേക്ക് പിടിക്കുന്ന ഏകദേശം 4 മണിക്ക് മുമ്പേ ഗുരുവായൂർ എത്തും. ആ ഒരു രീതിയിലാണ് പിടിക്കുന്നത് പോകുന്നത്. അപ്പൊ ഗുരുവായൂർ എത്തിയിട്ടാകുമ്പോ നമ്മളെ തന്നെ പാക്കേജിൽ റൂം ഉണ്ട് ഇവർക്ക്. നമ്മൾ ഈ നാലമ്പല യാത്രയില് 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഗുരുവായൂർ താമസവും അതുപോലെ ബസ്സും ഇതിൽ ഇൻക്ലൂഡ് ആവും. അപ്പൊ ഗുരുവായൂർ എത്തി ഇവർക്ക് റൂം കൊടുത്ത് റൂമിന് ശേഷം പിന്നെ റൂമിലേക്ക് പോയതിനു ശേഷം പിന്നെ ഇവര് സ്വന്തമായിട്ട് അമ്പലത്തിലൊക്കെ പോയി പിന്നെ റൂമിലേക്ക് വരുക. പിന്നെ രാവിലെ നാലമ്പല യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടില്ലേ ഹൈവേ ഉണ്ടല്ലേ, വളാഞ്ചേരി ഹൈവേ. അതിന്റെ എസ് ഷേപ്പിലാണ്. നമ്മളതിന്റെ ഷേപ്പ് ആണെങ്കിൽ ദൂരം എസ് പോലത്തെ മാമൻ അങ്ങനെ ബസ് ഓടിക്കുന്നുണ്ട്. മൈലേജിൽ നോക്കി ഓടിക്കുന്നത്. നമ്മള് നല്ല നേരത്തെയാ. ഒരുപാട് വേഗത്തിയോണ്ട് നട ഓപ്പണാക്കിയില്ല. പക്ഷെങ്കില് പ്രശ്നമില്ല. ഇവർക്ക് റൂം കൊടുത്ത് ഫ്രഷപ്പിലായി ഇവര് എല്ലാം ഗുരുവായൂർ അമ്പലത്തിലെല്ലാം പോയി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തും. രാഴ്ചയായിട്ട് നമുക്ക് രാത്രി എന്നാ ഉണ്ടാക്കുന്ന ഫുഡ്? രാത്രിയാ പനീറും ചപ്പാത്തി പൊറോട്ടയും വാങ്ങാം. നമ്മളെ ബസ്സില് കംപ്ലീറ്റ് കിച്ചൺ സാധനം ഉണ്ട്. അപ്പൊ രാത്രി നമ്മള് പനീറും തന്തൂർ റൊട്ടി. കാരണം അമ്പലത്തിലായോണ്ട് ചിക്കൻ നോൺ വെജ് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെജ് പനീറും തന്തൂർ റൊട്ടിയും. അതാണ് നമ്മളെ രാത്രിത്തെ ഭക്ഷണം. സെറ്റല്ല, എല്ലാം ഓക്കെ ആക്കിയില്ലേ? ഇതാണ് നമ്മളെ ഗുരുവായൂരിലെ റൂം, വാസുദേവായി. ഇത് അമ്പലത്തിന്റെ ഏകദേശം ഒരു 100 മീറ്റർ അകലെയാണ്. ഇവിടെ നിന്ന് നമുക്ക് നടന്നിട്ട് അമ്പലത്തിലേക്ക് പോവാം. റൂമിന്റെ റിസപ്ഷൻ. അപ്പൊ ഇന്ന് നമ്മളെപ്പോ
നമ്മളെ ഒരു ബസ് 49 സീറ്റ് ബസ്സും അതുപോലെ 17 സീറ്റ് ട്രാവലറും ഉണ്ട്. ഇപ്പൊ പാപ്പോയി കൂത്തുറമ്പിലെ പാപ്പോയി ട്രാവലർ നമ്മളിപ്പോ ഇന്ന് വന്നത്. ബസ് കാണിച്ചു തരാം. ഇതാണ് ട്രാവലർ പാപ്പോയി. നമ്മളെ ഡ്രൈവർ ഗുരുവായൂർ എത്തിയാൽ നമ്മൾ ഈവനിങ് ചായ കുടിക്കാൻ പോകും. അപ്പൊ നമ്മളെപ്പോഴും രാജേഷേട്ടന് ചായ കുടിക്കാൻ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതാണ്. മസാല ദോശ തപ്പി നടന്നിട്ട് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന മസാല ദോശയെല്ലാം കുടിക്കുന്ന ഹോട്ടലെല്ലാം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അടുത്ത ഏതെങ്കിലും ചായപ്പൊടി നോക്കി ചായ കുടിക്കാൻ പോകും. നമ്മളെ ബസ് വെച്ചിന്റെ സൈഡിൽ നിന്ന് തന്നെ ചായ കുടിക്കണം. ഞാൻ നോർത്ത് ഈസ്റ്റ് പോയതിനു ശേഷം 4 മാസത്തിലേറെ എണ്ണക്കടി വന്നിട്ട് ഇവിടുന്ന്. അവിടെ ഇങ്ങനത്തെ എണ്ണക്കടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ചൂട് എണ്ണക്കടി ഉണ്ട്. പഴംപൊരി, പരിപ്പ് വട, ഉള്ളിവട, രാജേഷേട്ടന് നിർബന്ധ ചായ കുടിക്കണം വൈകുന്നേരം. അതുകൊണ്ടാ കുടിക്കുന്നു. ചൂട് പരിപ്പട. ഇപ്പൊ നമ്മളെ ഗസ്റ്റിന് റൂമെല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പോ ഫ്രഷപ്പായി നമ്മളിപ്പോ അമ്പലത്തിലേക്ക് പോകാം. നല്ല തിരക്കായിരുന്നു ഗുരുവായൂർ. നമ്മളൊന്ന് അമ്പലത്തിന് ചുറ്റും നടന്നിട്ട് റൂമിലേക്ക് പോകും. ഗുരുവായൂർ അമ്പലത്തില് രാത്രി അന്നദാനം ഉണ്ട്. അപ്പൊ അതിന്റെ ക്യൂവാ. ഇപ്പോ ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഇപ്പൊ സമയം 5:30 ആയിട്ടുള്ളൂ. 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ അന്നദാനത്തിന്റെ ക്യൂ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അന്നദാനമൊക്കെ ഈ നരമ്പര സമയത്ത് വരണമെങ്കിൽ അന്നദാനം കഴിക്കണം എന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ വന്ന് ക്യൂ നിൽക്കും. അപ്പൊ ഞാനോ മാമനോ രാജീവേട്ടനൊന്നും അകത്ത് പോയില്ല. രാജേഷേട്ടന് അകത്തേക്ക് പോയിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ എല്ലാം ക്യൂ ആയി. ഇപ്പം തന്നെ ക്യൂ ആയി. അപ്പോ ഈ 2 സ്ഥലത്തും ആൾക്കാർ വന്ന് തുടങ്ങി. നമ്മള് ഈ മുമ്പൊന്ന് തോന്നിട്ട് തോന്നാൻ വിചാരിച്ചു അകത്തേക്ക് പോകുന്നു. ഗുരുവായൂർ വന്നതിൽ പ്രത്യേക ഫീലാണ്. ഗുരുവായൂർ വന്നിങ്ങനെ വൈകുന്നേരം വന്നിങ്ങനെ നടന്നു പോവാൻ. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ നട. അപ്പൊ നമ്മളെല്ലാം തൊഴുത് നമ്മൾ രാജേട്ടനെ കാത്തു വെക്കണം. ശേഷമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഫി ഉണ്ട്, കോൾഡ് കോഫി ഗുരുവായൂർ. ഞാൻ കുടിച്ചിട്ടുണ്ട്, അത് ഇവരാരും കുടിച്ചില്ല. അപ്പൊ ഞാൻ ഇവർക്ക് വാങ്ങിക്കൊടുക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. രാജേട്ടൻ മതിയാകുമ്പോ നമ്മളെ കോൾഡ് കോഫി കുടിക്കാൻ പോകും. അപ്പൊ അത് കാണിച്ചിടാം. ഇതാണ് ഗുരുവായൂർ ഫേമസ് ആയിട്ടുള്ള കോൾഡ് കോഫി. ഗുരുവായൂർ അമ്പലത്തിന്റെ നടേന്റെ നേരെ മുമ്പിൽ. ഞാൻ കുടിച്ചില്ല. ഇപ്പൊ രാജേട്ടനും മാമനൊന്നും കുടിച്ചിട്ടില്ല. അപ്പൊ ഇവർക്കൊന്ന് വാങ്ങിക്കൊടുക്കുന്നു. രാജേട്ടാ അങ്ങനെയുണ്ട് കോഫി? ട്രൈ ചെയ്യാ കിട്ടില്ല സാധനം. ആ, അപ്പം ഗുരുവായൂർ വരുന്നവര് എന്തായാലും ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇത് ട്രൈ ചെയ്യാം. കോൾഡ് കോഫി. ഇതാണ് ഗുരുവായൂർ ഫേമസ് ആയിട്ടുള്ള നമ്മളെ എല്ലാ ഫോട്ടോത്തിലും വീഡിയോയിലും കാണുന്ന ആ മരം. കഴിഞ്ഞ വർഷം ഇടിമിന്നലേറ്റിട്ട് മുറിഞ്ഞു പോയി. ഇപ്പൊ ആദ്യം വലുതാവുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഗുരുവായൂർ പാൽപ്പായസം വാങ്ങിക്കുന്നത് നമ്മള് അപ്പുറത്തുനിന്ന് ബില്ലാക്കിയിട്ട് നേരെ ഇപ്പുറം വന്ന് കൊടുക്കും. ആന ആ വൈകുന്നേരം രാത്രി എഴുന്നള്ളത്തില്ല. അപ്പൊ അതിന്റെ ആന പോകും. അപ്പൊ ഇതാണ് പാൽപ്പായസം. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ ഒഴിവാക്കി ഗുരുവായൂർ. പണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയിലാണ് പാൽപ്പായസം വാങ്ങിക്കല്. ഇപ്പൊ നമ്മളെ കയ്യില് ഡബ്ബില്ല പറഞ്ഞാല് ഇതിൽ തരും. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയില് വാങ്ങിക്കണം, അങ്ങനെ വാങ്ങിക്കാം. ഡബ്ബ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടും. കാരണം പ്ലാസ്റ്റിക് കൊടുക്കുന്നത് ഒഴിവാക്കി. നല്ല തീരുമാനം. അപ്പൊ 1/2 ലിറ്ററിന് 120 റുപ്യാണ് 1/2 ലിറ്റർ പാൽപ്പായസത്തിന്റെ പൈസ. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ കുളം. ഇവിടെ നമുക്ക് നീന്താനുള്ള സൗകര്യമുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ.
ഇതാ നമ്മളെ റൂമിന്റെ രാത്രിയത്തെ വ്യൂ. വസുദേവായിനി.